പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്നത്തെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടും നമ്മുടെ വീടിൻ്റെ മതിലും, ഈ മതിലിൻ്റെ കാരണത്താൽ നമ്മുടെ വീടിന് വാസ്തുശാസ്ത്രമായി ദോഷമുണ്ടാകുമോ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ, വീടിന് നമ്മൾ മതിലുണ്ടാക്കുന്നുണ്ട്, ഈ മതിൽ വീടിൻ്റെ വാസ്തുശാസ്ത്രവുമായിട്ട് എന്തെങ്കിലും ദോഷമോ ഗുണമോ ബാധിക്കുമോ എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ശരീരത്തിന് ആണ് ഇത് മൊത്തമായിട്ടുള്ളത്. അതിൽ കൈയുണ്ട്, കാലുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നഖം മുറിക്കുമ്പോൾ പോലും അല്പം ഒന്ന് മുറിഞ്ഞു പോയാൽ അതിൻ്റെ വേദന നമുക്ക് ബാധിക്കുന്നുണ്ട്, ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു വീട് എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും അതിനൊരു ചുറ്റുമതിൽ ആവശ്യമാണ്. എന്ന് വെച്ചാൽ ആ ചുറ്റുമതിലിൻ്റെ സ്ഥാനം, ഉയരം, അതെല്ലാം തന്നെ ഈ വീടിൻ്റെ ദോഷങ്ങളെ ബാധിക്കും. അല്ലെങ്കിൽ ദോഷമുണ്ടെങ്കിലും ഗുണമുണ്ടെങ്കിലും ആ ചുറ്റുമതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മതിൽ എങ്ങനെയാണ് നമ്മുടെ വീടിനെ ബാധിക്കുന്നത്? നിങ്ങളെല്ലാവരും വീടിന് ചുറ്റുമതിലുള്ളവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. വീടിന് ചുറ്റുമതിൽ വെക്കുമ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഗേറ്റ് ഏത് ഭാഗത്താണ് വരേണ്ടത് എന്ന്. പരമാവധി വീടിൻ്റെ മധ്യമസൂത്രവും ഈ പറയുന്ന ഗേറ്റിൻ്റെ മധ്യമസൂത്രവും ഒന്നാകാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. വീടിൻ്റെ മധ്യമസൂത്രം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, വീടിൻ്റെ പ്രധാന വാതിലുണ്ടാവും, വീടിൻ്റെ അകത്തേക്കുള്ള വാതിൽ. അപ്പോൾ ആ വാതിലിൻ്റെ സെൻറ്റർ ഉണ്ടാവും. ആ സെൻറ്ററിന് നമ്മളൊരു അടയാളം വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ മുന്നിലുള്ള മതിലിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടാവും. അല്ലെങ്കിൽ ഗേറ്റാണല്ലോ നമ്മൾ അവിടെ വെക്കുന്നത്. അപ്പോൾ ആ ഗേറ്റിൻ്റെ സെൻറ്ററും വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ സെൻറ്ററും നടുഭാഗവും ഒറ്റ പോയിൻ്റ് ആവരുത്. അത് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. ഒന്നായി കഴിഞ്ഞാൽ അത് ദോഷമാണ്, വേദദോഷത്തിൽ വരും. അതുപോലെ വീടിൻ്റെ മധ്യമഭാഗവും ഈ പറയുന്ന മതിലിൻ്റെ മധ്യഭാഗവും മതിലിൻ്റെതാണ്, അതും ഒന്നായി കഴിഞ്ഞാലും ഈ ദോഷം വരും. ഇനി അതിനേക്കാളോ ഇത് പ്രത്യേകം എന്ന് വെച്ചാൽ, ഈ പറയുന്ന മതിലിൻ്റെ ഹൈറ്റ് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പരമാവധി എൻ്റെ അഭിപ്രായത്തിൽ ഒരു 54 സെൻറ്റിമീറ്ററിന് മേൽപോട്ടാകാത്ത വിധത്തിൽ ചെയ്യുന്നതാണ് ഉത്തമം. എന്നാൽ ഈ ഹൈറ്റ് 6 അടി 7 അടിയൊക്കെ ഹൈറ്റിൽ മതിൽ പണിയുന്നുണ്ട്. 8, 9, 10 അടി ഹൈറ്റിലൊക്കെ മതിൽ പണിത ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ ആ വീട് മറ്റൊരാൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്നുള്ളതുണ്ട്. നമുക്ക് വേറൊരാളെ കാര്യം അറിയാൻ വേണ്ട, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ലോകം, ഇത്തരത്തിൽ ചിന്തിച്ചിട്ട് കൊണ്ടാണ് ചില ആൾക്കാർ മതിൽ വലിയ വീടായിരിക്കും. അപ്പോൾ ആ വലിയ വീടിനനുസരിച്ച് ഭീമാകാരമായ മതിലുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ മതിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും ഹൈറ്റ് കൂട്ടിക്കോളും, പക്ഷെ എങ്ങനെ വേണം? അത് പരമാവധി ഒരു 54 സെൻറ്റിമീറ്റർ ഒരു ഹൈറ്റ്, 54 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആക്കിയതിന് ശേഷം അതിൽ കൃത്യമായിട്ട് കല്ല് വാങ്ങിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ മൺകട്ടേനെ കൊണ്ടോ എന്തും കൊണ്ടായാലും, പിന്നെ ഇഷ്ടികനെ കൊണ്ടായിട്ട് മതിലുണ്ടാക്കി അതിൻ്റെ മുകളിൽ ഹൈറ്റ് വരുന്നതിന് അഴികളില്ല വിധത്തിൽ, കാറ്റും വെളിച്ചവും കടന്നു പോകാൻ പറ്റുന്ന വിധത്തിൽ, അഴികളില്ല വിധത്തിൽ നിങ്ങൾക്ക് മതിലെടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശുദ്ധമായ എനർജി പാസ് ചെയ്യണം ഇങ്ങോട്ട് എന്നർത്ഥം. അപ്പോൾ വെളിയിൽ നിന്നുള്ള ശുദ്ധമായിട്ടുള്ള മറ്റെന്തെങ്കിലും മരങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ കിഴക്കിൻ്റെ സൂര്യപ്രകാശങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള എനർജികൾ, പോസിറ്റീവ് എനർജികൾ നമ്മുടെ വീട്ടുപറമ്പിലേക്ക് എത്തണം. അപ്പോൾ അല്ലെങ്കിൽ തന്നെ കാറ്റ്, നല്ല ശുദ്ധമായ കാറ്റ്, എവിടെയെങ്കിലും മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ശുദ്ധമായ കാറ്റ് നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഈ മതിലിന് വ്യക്തമായ ഒരു സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ അതിന് റോളുണ്ട് കൃത്യമായിട്ട് നടത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 54 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇനി വേണ്ട, നമുക്ക് ഏകദേശം എന്ന് പറയുന്നത് നമ്മളുടെ ഈ നെഞ്ചിൻ്റെ ഹൈറ്റിൻ്റെ മുകളിൽ, നമ്മുടെ നെഞ്ചിൻ്റെ അതിന് മേൽപോട്ട് പോകാൻ പാടില്ല പരമാവധി. എന്നാലും ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത് നമ്മുടെ പൊക്കിളിൻ്റെ ആ ഹൈറ്റാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഹൈറ്റ്, ഈ ഹൈറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകാത്ത വിധത്തിൽ കല്ല് കൊണ്ട് നമ്മൾ പാകി, അല്ലെങ്കിൽ സിമൻറ്റ് കട്ട കൊണ്ട് പാകി നല്ല ലെവലാക്കി അതിൻ്റെ മുകളിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ കാറ്റ് കടന്ന വിധത്തിൽ, ഹോൾസ് വരുന്ന വിധത്തിൽ, വായു സഞ്ചാരമുള്ള വിധത്തിൽ, പിന്നെ ഹൈറ്റ് കൂട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഗേറ്റിൻ്റെ ഉയരത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഇതാണ് ഉത്തമം.
അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി, നമ്മുടെ അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി വെളിയിലേക്ക് പാസ് ചെയ്യണം, അവിടെ തന്നെ കെട്ടിക്കിടക്കാനും പാടില്ല. ഇതും വലിയ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് വേണം, 4 ഭാഗത്തും ഗേറ്റ് പണിയുമ്പോൾ നമ്മൾ എന്തിനാ ഈ ഗേറ്റ് ഇത്ര ഹൈറ്റ് എന്ന് വെച്ചാൽ ആരും ചാടിക്കടന്ന് ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ മതിലിൻ്റെ ഹൈറ്റ് കൂട്ടുന്നത്. അപ്പോൾ ചാടിക്കടന്ന് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രില്ല് പോലെ നമുക്ക് പണിയാമെന്നർത്ഥം. എല്ലാ ഭാഗത്തും ഗ്രില്ല് പോലെ പണിത് എത്ര വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം. എന്നുവെച്ചാൽ ശുദ്ധമായ കാറ്റും എനർജിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ പറ്റുന്ന തരത്തിൽ. അപ്പോൾ നമ്മൾ വീടിൻ്റെ സംരക്ഷണവുമായി, അതുപോലെ തന്നെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി പോവുകയും ചെയ്യും, പുറത്തുള്ള ആ പോസിറ്റീവ് എനർജി ഇങ്ങോട്ട് കടക്കുകയും ചെയ്യും. ഇത്തരത്തിൽ കൃത്യമായ പദ്ധതിയോടുകൂടി വേണം വീടിൻ്റെ മതിൽ പണിയാൻ എന്നർത്ഥം. അങ്ങനെയാകുമ്പോൾ വീടിൻ്റെ വാസ്തുദോഷത്തിനും അത് ഗുണം ചെയ്യുമ്പോൾ, വാസ്തുദോഷം ഇല്ലാതാക്കി അത് ഗുണമുണ്ടാക്കുമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.